بسم الله الرحمن الرحيم الحمد لله الذي بنعمته تتم الصالحات وبفضله تتنزل الخيرات والبركات وبإنعامه تتحقق المقاصد والغايات. اللهم صل على سيدنا محمد وعلى آل سيدنا محمد كما صليت وباركت على سيدنا إبراهيم وعلى آل سيدنا إبراهيم في العالمين إنك حميد مجيد. ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ഈ ഭവനത്തിൽ ഇഅ്തികാഫിൻ്റെ നിയ്യത്തോടുകൂടി ഒത്തുചേർന്നത് നമ്മിൽ നിന്ന് സ്വീകരിച്ച് ഖബൂൽ ചെയ്ത് അനുഗ്രഹിക്കട്ടെ. വളരെ വേദന നിറഞ്ഞ ദുഃഖസാന്ദ്രമായ ഒരു പകലിലാണ് നാം ഒത്തുകൂടിയിട്ടുള്ളത്. ഇന്നലത്തെ ഒരു ദിവസം നമ്മുടെ ഈ ആലത്തിയൂർ മഹലിനെ സംബന്ധിച്ച് നമ്മുടെ പരിസര പ്രദേശത്തുകാർ പോലും ഏറെ നോവോടുകൂടി വിങ്ങലോടുകൂടി തള്ളി നീക്കിയ ഒരു ദിവസമായിരുന്നു. നമ്മുടെ മഹലിലെ രണ്ട് പ്രിയപ്പെട്ട കൂട്ടുകാർ അവർ അള്ളാഹുവിൻ്റെ വിളിക്ക് ഉത്തരം നൽകി അവൻ്റെ റഹ്മത്തിലേക്ക് യാത്രയായിരിക്കുകയാണ്. അള്ളാഹു അവർക്ക് മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കട്ടെ. അവൻ്റെ റഹ്മത്തിൻ്റെ വാതിലുകൾ അവരിലേക്ക് അള്ളാഹു തുറന്നു കൊടുക്കട്ടെ. അവരുടെ കുടുംബങ്ങൾക്ക് അള്ളാഹു ക്ഷമ പ്രദാനം ചെയ്യട്ടെ. അള്ളാഹു ഹൈറായ കാര്യങ്ങളെ ആ കുടുംബങ്ങൾക്ക് അള്ളാഹു പകരം നൽകട്ടെ. രോഗബാധിതരായി ശുശ്രൂഷയിൽ കഴിയുന്ന മറ്റു കൂട്ടുകാർക്ക് അള്ളാഹു ആജിലായ ശിഫ നൽകട്ടെ. വളരെ പെട്ടെന്ന് സന്തോഷത്തോടെ കുടുംബങ്ങളിലേക്ക് എത്തിച്ചേരാൻ അവർക്കെല്ലാം അള്ളാഹു തൗഫീഖ് നൽകട്ടെ. നമ്മെയും നമ്മുടെ കുടുംബത്തെയും മഹിളകാരെ ഇത്തരം അപകടങ്ങളിൽ നിന്ന് അള്ളാഹു രക്ഷപ്പെടുത്തട്ടെ. ആ മരണപ്പെട്ട പ്രിയപ്പെട്ട കൂട്ടുകാർ അള്ളാഹുവെ അവരുടെ വേർപാടിൻ്റെ വേദനയിൽ ക്ഷമിക്കുന്ന ആ കുടുംബത്തിന് റബ്ബേ സ്വർഗം പകരം നൽകണേ അല്ലാഹ്. ജീവിതത്തിൽ ഖൈറുകൾ പകരം നൽകണേ അല്ലാഹ്. അള്ളാഹുവെ ക്ഷമിക്കാനുള്ള തൗഫീഖ് അവർക്ക് നൽകണം അല്ലാഹ്. എല്ലാവിധ കാവലും അവർക്ക് നൽകണം റഹ്മാനെ. അള്ളാഹുവെ ആ സഹോദരന്മാരുടെ വഫാത്തിൽ വേദനിക്കുന്നതിന് പകരമായി റബ്ബെ അവർക്ക് നിഅമത്തുകളും സ്വർഗത്തിൻ്റെ അനുഗ്രഹങ്ങളും അവർക്ക് നൽകണമല്ലോ. അള്ളാഹുവെ ആ സഹോദരങ്ങളുടെ ഖബറുകളെ സ്വർഗത്തിൻ്റെ പൂങ്കാവനങ്ങളാക്കി അനുഗ്രഹിക്കണം റഹ്മാനെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയമുള്ള സഹോദരങ്ങളെ, ഇൻഷാ അല്ലാഹ് ഇന്ന് ജുമുഅയ്ക്ക് ശേഷം നമുക്ക് നമ്മുടെ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് വേണ്ടിയും കഴിഞ്ഞ ദിവസം മരണപ്പെട്ട KV മുസ്തഫ എന്നവർക്ക് വേണ്ടിയും നമുക്ക് ദിക്ർ ചൊല്ലണം, ദുആ ചെയ്യണം. ഇൻഷാ അല്ലാഹ് അവരുടെ ഖബർ സിയാറത്തും നടത്തണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അള്ളാഹുവിൻ്റെ വലിയ പരീക്ഷണമാണ് ആ കുടുംബത്തിനും നമ്മുടെ നാടിനും ഒക്കെ വന്നിട്ടുള്ളത്. ക്ഷമിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിൽ ചെറിയ കുഞ്ഞ് മരണപ്പെട്ടതിൻ്റെ, സ്വന്തം മകൻ മരണപ്പെട്ടതിൻ്റെ വേർപാടിൻ്റെ നോവുകൾ ധാരാളമായിട്ട് അനുഭവിക്കേണ്ടി വന്നവരാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹയാത്ത് കാലത്താണ് അവരുടെ നിരവധി മക്കൾ മരണപ്പെടുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതകാലത്തിൽ തന്നെയാണ്. ഹിജറയുടെ 8-ാം വർഷമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഇബ്രാഹിം എന്ന കുഞ്ഞ് പിറക്കുന്നത്. ആ കുഞ്ഞിനെ മുലയൂട്ടാൻ വേണ്ടി അന്ന് ഓരോ പ്രദേശത്തുള്ള ആളുകളെ ഏൽപ്പിക്കുകയാണല്ലോ പതിവ്. അങ്ങനെ ഒരു സഹോദരിയെ ഏൽപ്പിക്കുന്നു. 8 മാസം കഴിഞ്ഞപ്പോഴേക്ക് ആ കുട്ടി മരണപ്പെടുകയാണ്. ഇബ്രാഹിം എന്ന പൊന്നുമോൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും അവിടുത്തെ കുടുംബവും സ്വഹാബത്തുമൊക്കെ സന്തോഷത്തോടെ വളരെ ആവേശത്തോടു കൂടിയാണ് ഇബ്രാഹിം എന്ന കുഞ്ഞിൻ്റെ ജനനത്തെ കണ്ടിരുന്നത്. അവർക്ക് വലിയ താല്പര്യമായിരുന്നു. ദൂരെയുള്ള ആ സ്ത്രീയുടെ വീട്ടിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പുഞ്ചിരിച്ചുകൊണ്ട് കുഞ്ഞിനെ കാണാൻ നടന്നു ചെല്ലുന്ന രംഗമൊക്കെ ഹദീസിൻ്റെ കിതാബുകളിൽ കാണാം. ആ ഹദീസിൻ്റെ കിതാബുകളിൽ തന്നെയാണ് മറ്റൊരിടത്ത് ആ കുഞ്ഞ് 8 മാസം പ്രായമാകുന്ന സമയത്ത് ലോകത്തോട് വിട പറയുന്നു. ചെറിയ ഒരു കൊച്ചു കട്ടിലേറ്റിയിട്ട് ആ കുട്ടിയെ കൊണ്ടുവരുന്നുണ്ട്. ആ കൊണ്ടുവരുമ്പോൾ കുട്ടിയുടെ അരികിലിരുന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരിറ്റുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ പറയുന്ന വാക്കുകൾ ഹദീസിൻ്റെ ഗ്രന്ഥങ്ങളിൽ കാണാം. ഇന്ന് കണ്ണീർ കണങ്ങൾ വീഴുന്നൊരു ദിവസമാണ്, ദുഃഖമുള്ള ദിവസമാണ്. പക്ഷേ അള്ളാഹുവിൻ്റെ കോപത്തിന് കാരണമാകുന്ന ഒരു കാര്യവും ഞാൻ ചെയ്യൂല. എന്നിട്ട് പറയുന്നു, ഇബ്രാഹിം എന്ന പൊന്നുമോനെ, ഞങ്ങൾ നിൻ്റെ വേർപാടിൽ ദുഃഖിതരാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ
നബി തങ്ങൾ അങ്ങനെ കരയുന്നു എന്ന ഒരു രംഗത്തെ വളരെ അപൂർവമായിട്ട് മാത്രമാണ് ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെടുന്നത് കാണുക. സ്വന്തം മകൻ്റെ വേർപാടിലാണ്. ഒരു മകൻ്റെ വേർപാടിനെ നമുക്ക് എന്ത് സമാശ്വാസത്തിൻ്റെ വാക്കുകൾ പറഞ്ഞിട്ടും അവരെ ആശ്വസിപ്പിക്കാൻ കഴിയില്ല. അള്ളാഹു അവർക്ക് സ്വബർ നൽകണമെന്ന് നിങ്ങൾ സ്വകാര്യമായിട്ട് പോലും ദുആ ചെയ്യണം. നമ്മളൊക്കെ രാത്രികളിൽ നിസ്കരിക്കുന്നവരാണ്, തനിച്ച് ദുആരക്കുന്നവരാണ്. നമ്മൾ നമ്മുടെ കുടുംബത്തിന്, മക്കൾക്ക് വേണ്ടി ദുആ ചെയ്യുന്ന പോലെ നമ്മളെല്ലാവരും നമ്മുടെ വീട്ടിലുള്ള സഹോദരിമാരോടും പറയണം, ആ കുടുംബങ്ങൾക്ക് സ്വബർ ഉണ്ടാവാൻ നമ്മൾ ദുആ ചെയ്യുക. കൂട്ടമായുള്ള ദുആകൾക്ക് പുറമെ നമ്മൾ സ്വതന്ത്രമായി സ്വകാര്യമായ ദുആകളിൽ, തഹജ്ജുദിന് ശേഷമുള്ള ദുആകളിലൊക്കെ നമ്മൾ ദുആരക്കുക. ആ കുടുംബത്തിന് സ്വബർ നൽകാൻ, അവർക്ക് ഖൈറായതിനെ പകരം നൽകാൻ അള്ളാഹു നൽകട്ടെ. നമ്മുടെ ദുആ മാത്രമാണ് നമുക്ക് അവർക്ക് നൽകാൻ കഴിയുന്നത്. ഒരിക്കലും ഇത്തരം വേദനകൾ അനുഭവിക്കുന്ന ആളുകൾക്ക് അള്ളാഹു അവർ ആഖിറത്തിൽ നിരാശരാക്കില്ല. ഈ ഭൂമിയിൽ വലിയ പരീക്ഷണങ്ങൾ ഏൽക്കേണ്ടി വന്നവരാണ്, വലിയ മനോവേദനകൾ അനുഭവിക്കേണ്ടി വന്നവരാണ്. അള്ളാഹു അവരെ ആഖിറത്തിൽ നിരാശരാക്കില്ല, നിരാശരാക്കാതിരിക്കട്ടെ. ഈ വേദനകൾക്ക് പകരമായി അള്ളാഹു അവരുടെ സന്തോഷം നൽകട്ടെ. അവിടെ ചെന്ന് ഈ പൊന്നു മക്കൾ സ്വർഗത്തിലേക്ക് പോകുന്ന കാഴ്ചകൾ കാണാനുള്ള തൗഫീഖ് അള്ളാഹു അവർക്ക് നൽകട്ടെ. നമ്മളെല്ലാവരും ദുആ ചെയ്യുക, നമ്മുടെ കുടുംബത്തിലുള്ളവരോട് ദുആ ചെയ്യാൻ വേണ്ടി പറയുക, കുടുംബങ്ങളെ ആശ്വസിപ്പിക്കുക, അവർക്ക് തഅസിയത്ത് ചെയ്യുക, ആശ്വാസവചനങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കുക, നമ്മൾ ദുആ ചെയ്യുകയും ചെയ്യുക. അള്ളാഹു കുടുംബത്തിന് ക്ഷമ നൽകട്ടെ. നമുക്ക് എപ്പോഴും ദുആ ചെയ്യാം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ രണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങൾ മുഹമ്മദ് സഫ്വാനും മുഹമ്മദ് റിയാനുമാണ് നമ്മളോട് വിട പറഞ്ഞത്. അവരുടെ കൂട്ടത്തിലുണ്ടായിരുന്ന സഹോദരങ്ങൾ, കൂട്ടുകാർ, അവർ രോഗികളാണ്, അവർ ആശുപത്രിയിൽ ചികിത്സയിലാണ്. അതിൽ പ്രത്യേകിച്ചും പരേതനായ പൈനുങ്ങൽ സുദ്ദീഖ് എന്നവരുടെ മകൻ ജുറൈജ് വളരെ ക്രിട്ടിക്കലായ ഒരു സ്റ്റേജിലാണ് ആശുപത്രിയിലുള്ളത്. അടിയന്തരമായിട്ട് വളരെ സുപ്രധാനമായ ചില സർജറികൾ നമ്മുടെ ആ കുട്ടിക്ക് ചെയ്യേണ്ടതുണ്ട്. ആ കുട്ടി ഒരു യതീമായ കുട്ടിയായി വളർന്ന കുട്ടിയാണ്. നമ്മുടെ നാട്ടിലെ മഹലിൻ്റെ എല്ലാ കാര്യങ്ങളിലും സജീവ സാന്നിധ്യമായിരുന്ന ഈ സുദ്ദീഖ് എന്ന സഹോദരൻ, അദ്ദേഹം വളരെ പെട്ടെന്ന് അറ്റാക്ക് ഉണ്ടായിട്ട് മരണപ്പെടുകയായിരുന്നല്ലോ. കുഞ്ഞുനാളിലെ മരണപ്പെട്ടതാണ്. അതുകൊണ്ട് ആ കുട്ടി വളരെ ക്രിട്ടിക്കലായ സ്റ്റേജിലാണുള്ളത്. മേജറായ 1-2 സർജറികൾ ആ കുട്ടിക്ക് ആവശ്യമാണ്. വളരെ ഭാരിച്ച സാമ്പത്തിക ചെലവുകൾ വരുന്നുണ്ട്. ഭാരിച്ച ലക്ഷങ്ങളുടെ ബാധ്യത ആ കുട്ടിയുടെ ചികിത്സയുമായി ബന്ധപ്പെട്ടുകൊണ്ട് വരുന്നുണ്ട്. വളരെ അടിയന്തരമായിട്ട് ആ കുട്ടിക്ക് ആവശ്യമായ പരിചരണങ്ങളും ശുശ്രൂഷകളൊക്കെ നൽകണം. അള്ളാഹു ആജിലായ ഷിഫായിനെ കൊടുക്കട്ടെ. അള്ളാഹുവെ ആജിലായ ഷിഫായിനെ നൽകണേ അള്ളാഹ്. അവരെ സന്തോഷത്തോടെ കാണാൻ ഞങ്ങൾക്കൊക്കെ നീ തൗഫീഖ് നൽകണം റഹ്മാനെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ആ കുടുംബം യതീമായി വളർന്ന കുട്ടിയാണ്. ആ കുട്ടിയുടെ ഉമ്മാക്കൾ ആ കുടുംബത്തിൻ്റെ ഒരു തണലും പ്രതീക്ഷയുമായിരുന്നു. ഇനി ഒരു പെൺകുട്ടി കൂടിയാണ് അവർക്കുള്ളത്. ഒരു പെൺകുട്ടിയും ആൺകുട്ടിയുമാണല്ലോ. നമുക്ക് എങ്ങനെയാണ് അതിൻ്റെ സമാശ്വാസത്തിൻ്റെ വാക്കുകൾ പറയാമെന്നറിയില്ല. നമുക്ക് ദുആ ചെയ്യാം, നമുക്ക് അവരെ സഹായിക്കാം. നിങ്ങളെല്ലാവരും, നമ്മൾ ഈ കഴിഞ്ഞ മാസങ്ങളിലൊക്കെ ധാരാളമായി നമ്മുടെ നാടിനും പരോപകാരത്തിനും വേണ്ടിയിട്ട് നമ്മൾ ധാരാളമായി നൽകിയവരാണ്. ഇനിയും നിങ്ങളോട് ചോദിക്കുന്നതിൽ മടിയില്ലാത്തത് നമ്മുടെ ആരുടെയും കാര്യങ്ങൾക്ക് വേണ്ടിയല്ല എന്നതുകൊണ്ടാണ്. ഇത് നാടിൻ്റെ ആവശ്യമാണ്. ആ കുട്ടിയെ പരിചരിക്കലും സംരക്ഷിക്കലും നമ്മുടെ ഉത്തരവാദിത്തമാണ്. ഉത്തരവാദിത്തത്തെക്കുറിച്ച് പറയുന്നതിൽ നമുക്കൊക്കെ അഭിമാനമേ ഉള്ളൂ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ പ്രിയപ്പെട്ട മഹലിൻ്റെ ഭാരവാഹികൾ നിങ്ങളെയൊക്കെ സമീപിക്കും വ്യക്തിപരമായിട്ട്. നിങ്ങൾ നല്ല സാമ്പത്തിക സഹായങ്ങൾ നൽകി ആ കുട്ടിയുടെ 5 ലക്ഷവും അതിന് മുകളിലൊക്കെ വരുമെന്നാണ് അറിയുന്നത്. നിങ്ങളെല്ലാവരും സഹായിക്കണം. നമ്മളെ ബന്ധത്തിലുള്ളവരോട് വരാത്തവരോടൊക്കെ പറഞ്ഞിട്ട് ആ കുട്ടിയുടെ ചികിത്സയുമായി ബന്ധപ്പെട്ട് സഹായിക്കേണ്ട കാര്യം ചെയ്യണം. തിങ്കളാഴ്ചയോടുകൂടി വളരെ മേജറായ ചില സർജറികൾ അവർക്ക് നടത്തേണ്ടതുണ്ട്. അള്ളാഹു വളരെ പെട്ടെന്ന് ആജിലായ ഷിഫായിനെ നൽകട്ടെ. അതുപോലെ മുളന്തല അയ്യൂബ് എന്നവരുടെ മകൻ ബിലാൽ, KM ഷംസുദ്ദീൻ എന്നവരുടെ മകൻ മുഹമ്മദ് ഷിഹാൻ, M സാഹിർ എന്നവരുടെ മകൻ അനീഷ്, ഇവരും ചികിത്സയിലാണ്. അള്ളാഹു തആല അവർക്കെല്ലാം ആജിലായ ഷിഫായിനെ നൽകട്ടെ. എല്ലാവരും ദുആ ചെയ്യുക. കൂട്ടുകാരോട്, കുടുംബത്തിലുള്ളവരോടൊക്കെ ദുആ ചെയ്യാൻ വേണ്ടി പറയുക. വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, മെയ് 5-ാം തീയതി വെള്ളിയാഴ്ച സുബഹിക്ക് ശേഷം നമ്മുടെ പള്ളിയിൽ വെച്ചുകൊണ്ട് സ്വലാത്ത് നടക്കുന്നുണ്ട്. നിങ്ങളെല്ലാവരും അതിൽ പങ്കെടുക്കണം. പള്ളിയിൽ ഇന്ന് നടക്കുന്ന പിരിവ് നമ്മുടെ ആശ്വാസവുമായി ബന്ധപ്പെട്ട മഹലിൻ്റെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയുള്ള ഹദിയകളാണ്. അതിൽ നിങ്ങൾ നൽകണം. ഞാൻ ഈ പറഞ്ഞ കാര്യം, നമ്മുടെ ഈ കുട്ടിക്ക് വേണ്ടി, ജുറൈജ് എന്ന കുട്ടിക്ക് വേണ്ടിയുള്ള സാമ്പത്തിക സഹായം, അതിൻ്റെ സ്വരൂപണം, അതുമായി ബന്ധപ്പെട്ട് ഉത്തരവാദപ്പെട്ട ആളുകൾ നിങ്ങളെ സമീപിക്കും. നിങ്ങളെല്ലാവരും കഴിവിൻ്റെ പരമാവധി സഹായിച്ചുകൊണ്ട് അതിൽ പങ്കെടുക്കണം. സാമ്പത്തികമായും ദുആ കൊണ്ടും നിങ്ങളെല്ലാവരും അവരുടെ കൂടെ ഉണ്ടാകണം. അതാരും അറിയിക്കേണ്ട, ഓർമ്മപ്പെടുത്തേണ്ട കാര്യമില്ല. ബാധ്യത എന്ന നിലക്ക് പറയുന്നു എന്ന് മാത്രം. അള്ളാഹു തആല സ്വീകരിക്കട്ടെ. ഇന്നലെ ആയിരക്കണക്കിന് ആളുകൾ ഒത്തുകൂടിയ പള്ളിയാണ്. അവരെല്ലാവരും അള്ളാഹുവിനോട് ദുആ ചെയ്തിട്ടുണ്ട്. ആ ദുആനെ പടച്ച റബ്ബേ നീ സ്വീകരിക്കണേ അല്ലാഹ്, നീ സ്വീകരിക്കണം റഹ്മാനെ. ഞങ്ങളുടെ ഈ വേദനകൾക്ക് പകരമായി ആ കൂട്ടുകാരെ സ്വർഗ്ഗലോകത്ത് ഒരുമിച്ച്
കണ്ടുമുട്ടാൻ ഞങ്ങൾക്കൊക്കെ നീ തൗഫീഖ് നൽകണമല്ലോ, തൗഫീഖ് നൽകണമല്ലോ. ഈ ദിവസത്തിന്റെ ബറക്കത്ത് കൊണ്ട് അല്ലാഹുവേ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹഖ് ജാഹ് ബറക്കത്ത് കൊണ്ട് ആ കൂട്ടുകാർക്ക് മഗ്ഫിറത്തും മർഹമത്തും നൽകണമല്ലോ. സ്വർഗ്ഗത്തിന്റെ അനുഗ്രഹങ്ങൾ ആ ഖബറുകളിൽ നിറച്ചു കൊടുക്കണം റഹ്മാനെ. അവരുടെ കുടുംബങ്ങൾക്ക് റബ്ബേ സ്വബ്ർ നൽകണമല്ലോ, അവരുടെ കുടുംബങ്ങൾക്ക് റബ്ബേ ആശ്വാസം നൽകണം റഹ്മാനെ. അവരുടെ കുടുംബങ്ങൾക്ക് ഖൈറിനെ നീ ഖലഫായി നൽകണമല്ലോ. രോഗികളായ കൂട്ടുകാർക്ക് റബ്ബേ ആജിലായ ശിഫാ നൽകണമല്ലോ. എത്രയും പെട്ടെന്ന് ഞങ്ങൾക്ക് അവരെ സന്തോഷത്തോടെ കണ്ടുമുട്ടാനുള്ള തൗഫീഖ് നൽകണമല്ലോ. ഇത്രയും ഇതുപോലെയുള്ള അപകടങ്ങളിൽ നിന്ന്, അപകട മരണങ്ങളിൽ നിന്ന് അല്ലാഹുവേ ഞങ്ങളെ ഞങ്ങളുടെ കുടുംബത്തെ നീ കാത്തു രക്ഷിക്കണമല്ലോ. ഞങ്ങളുടെ നാടിനെ നീ രക്ഷിക്കണം റഹ്മാനെ. റബ്ബനാ അലൈക തവക്കൽനാ വഇലൈക അനബ്നാ വഇലൈക്കൽ മസീർ. ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ, ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ, ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ, വനിഅമൽ മൗലാ വനിഅമൻ നസീർ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.